അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 100-ാം സങ്കീർത്തനമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 100-ാം സങ്കീർത്തനം. ദൈവത്തിൻ്റെ സ്വഭാവം കൂടുതൽ അടുത്തറിയുവാൻ ഈ സങ്കീർത്തനം നമ്മെ സഹായിക്കും. 100-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ യഹോവ നല്ലവനാണെന്നും അവൻ്റെ ദയ അഥവാ സ്നേഹം എന്നേക്കുമുള്ളത് എന്നും അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം പഠിക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും ദൈവത്തെ വിട്ടുമാറുകയില്ല. കാരണം അവൻ നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് നാം നശിച്ചു പോകാതിരിക്കുന്നതിനു വേണ്ടിയാണെന്ന് നമുക്കപ്പോൾ മനസ്സിലാകും. താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ, ദൈവത്തെ അനുസരിക്കുന്ന തൻ്റെ മക്കളെ തന്നെ അവൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 5-ാം വാക്യവും 6-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗവുമാണ് നാം കേട്ടത്. ഇപ്രകാരം ദൈവത്തിൻ്റെ ശാസനയും ശിക്ഷയും നമുക്ക് ലഭിക്കണമെങ്കിൽ നാം 103-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അവൻ്റെ നിയമത്തെ പ്രമാണിക്കുകയും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുകയും ചെയ്യണം. അപ്രകാരം നാം ജീവിക്കുമ്പോൾ യഹോവയാ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തരും. യഹോവയുടെ ദയ അഥവാ സ്നേഹം എന്നുമെന്നേക്കും അവൻ്റെ ഭക്തന്മാർക്ക് അഥവാ ദൈവഭയമുള്ളവർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും എന്ന് 103-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ കൂടി ആ ഉറപ്പ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നു. 100-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ 3 ഗുണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം നല്ലവനാണ്, ദൈവത്തിൻ്റെ ദയ അഥവാ സ്നേഹം എന്നേക്കും ഉള്ളതാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നതാണ്. ഈ വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യഹോവ എല്ലാ കാലത്തും നല്ലവനും വാക്കുമാറുവാൻ കഴിയാത്തവനുമാണ്, അവൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ കഴിയാത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് 2 തിമോത്തിയോസ് 2-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സാത്താൻ്റെ കെണിയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് കൽപ്പന തന്നിരിക്കുന്നത്. ആ കൽപ്പനകൾ നാം അനുസരിച്ചാൽ നിശ്ചയമായും നമുക്കത് നന്മയായിരിക്കും. നമുക്ക് അനുസരിക്കുവാൻ പ്രയാസമുള്ള ഒരു കൽപ്പനയും കർത്താവായ യേശു ക്രിസ്തു തന്നിട്ടില്ല. നമുക്ക് കഴിവില്ലാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹിതന്മാരെ നാം തിരിച്ചറിയുന്നത്. എന്നാൽ നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് നാം നമ്മുടെ കഷ്ടകാലത്ത് തിരിച്ചറിയും. മറ്റേത് നല്ല സ്നേഹിതനും പിന്നെ വരാമെന്ന ആശ്വാസവാക്ക് തന്ന് മാറി കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ് കഷ്ടകാലത്ത് നമ്മോട് കൂടിയിരിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒഴിവാക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ക്രൂശിനെ വിട്ട് ഓടിയാലും നമ്മെ വിടാതെ പിന്തുടരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. മഹാപുരോഹിതൻ്റെ അരമനയിലേക്ക് യേശുവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ പത്രോസ് അകലം വിട്ട് യേശുവിനെ അനുഗമിച്ചു എന്ന് മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 58-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവസാനം കാണുവാനാണ് അവൻ അപ്രകാരം ചെയ്തത്. പത്രോസിനറിയാം യേശു മഹാപുരോഹിതന്മാരെ ഉത്തരം മുട്ടിച്ച് പുറത്തു വരും എന്ന്. അപ്പോൾ യേശുവിനോട് കൂടെ മിടുക്കനായി പുറത്തു പോരാം എന്നായിരിക്കാം പത്രോസ് ചിന്തിച്ചത്. എന്നാൽ കാര്യങ്ങളെല്ലാം താൻ കണക്ക് കൂട്ടിയതിൽ നിന്നും വ്യത്യസ്തമായാണ് നീങ്ങുന്നതെന്ന് അവന് മനസ്സിലായി. യേശു മഹാപുരോഹിതന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ വായി തുറക്കുന്നില്ല. അതേസമയം ചോദ്യം ചെയ്യുന്നവർ ശക്തിമാന്മാർ ആയി തീർന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ കന്നത്തൊരുവൻ അടിക്കുകയാണ്. യേശു അത് കൊണ്ടിട്ട് എതിർത്തില്ല എന്ന് പത്രോസിന് മനസ്സിലായി. അതെ, പത്രോസിൻ്റെ മനസ്സിലെ ഹീറോയായ യേശു ഇപ്പോൾ വെറും സീറോയായി എന്നാണ് പത്രോസ് ചിന്തിച്ചത്. ഹീറോകളെ മാത്രമേ ഭൂമിയിലെ മനുഷ്യർക്ക് ആവശ്യമുള്ളൂ. എന്നാൽ എല്ലാ സീറോകളെയും മൂല്യമുള്ള ഹീറോ ആക്കി തീർക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു.
ആ യേശു ക്രിസ്തു ഇപ്പോഴിതാ പത്രോസിൻ്റെ മുമ്പിൽ വെറും സീറോയായി അടികൊള്ളുന്നു. അവൻ ശരിക്കും ഭയപ്പെട്ടു പോയി. ഒരു പ്രതികൂലം വരുമ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം അഥവാ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ആവശ്യമായ ഒരു പ്രസംഗം പറയുമ്പോൾ തിരിച്ചറിവില്ലാതെ ആരെങ്കിലും നമ്മെ ഉപദ്രവിക്കുമ്പോൾ നാം ഭയപ്പെട്ടു പോവുകയാണോ? ഓർക്കുക, നാം യേശുവിനെ അറിയാത്തവരുമായി കൂട്ടുകൂടുകയും പാപത്തിൽ നാം വീണു പോവുകയും ചെയ്യുമ്പോൾ സാത്താൻ നമ്മിൽ ഭയത്തിൻ്റെ ആത്മാവിനെ അയക്കുന്നു. എന്നാൽ തികഞ്ഞ സ്നേഹമായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ യേശു നമ്മിൽ നിന്നും ഭയത്തിൻ്റെ ദുരാത്മാവിനെ ആട്ടി പുറത്താക്കുന്നു. മറ്റുള്ളവരെ കുറ്റം പറയുകയോ ബൈബിൾ വായിച്ച് അതിന് പ്രകാരം ജീവിക്കാതിരിക്കുകയോ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കുകയോ നാം ചെയ്താൽ ന്യായപ്രമാണം അനുസരിക്കാത്തവരും ദൈവത്തെ മാനിക്കാത്തവരുമായി നാം തീരുകയാണ് ചെയ്യുന്നതെന്ന് ഓർക്കണം. യേശുവിനെ അടിക്കുന്നത് കണ്ട് പേടിച്ചിരിക്കുമ്പോഴാണ് പത്രോസ് 3 ചോദ്യങ്ങളെ നേരിട്ടത്. 3ലും പത്രോസ് പരാജയപ്പെട്ടു. ഒടുവിൽ താൻ തൻ്റെ പ്രാണസ്നേഹിതനായ തൻ്റെ വീണ്ടെടുപ്പുകാരനായ യേശുവിനെ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. താൻ യേശുവിനെ തള്ളിപ്പറഞ്ഞ അതേ നിമിഷം തന്നെ കോഴി കൂകിയെന്ന് മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 74-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 74-ാം വാക്യമാണ് നാം കേട്ടത്. എന്നാൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു എന്നാണ് മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 75-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 60-61 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു എന്നാണ്. തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ പിതാവിനോട് പറഞ്ഞത്, നാശയോഗ്യനായ ആ ഒരുത്തൻ, അതായത് ഒറ്റുകാരനായ യൂദ ഒഴികെ ആരും നശിച്ചു പോയിട്ടില്ല എന്നാണ്. കാരണം പിതാവ് തനിക്ക് തന്നിട്ടുള്ള നാമത്താൽ താൻ അവരെ കാത്തുകൊണ്ട് ജീവിച്ചു. ഇപ്പോഴിതാ സാത്താൻ പത്രോസിനെ കഷ്ടപ്പെടുത്തുന്നു. യേശു തൻ്റെ പ്രതിസന്ധി വേളയിലും തന്നെ തള്ളിപ്പറയുകയും ശപിക്കുകയും ചെയ്ത പത്രോസിനെ സാത്താനിൽ നിന്നും രക്ഷിക്കുവാൻ ഇതാ തിരിഞ്ഞ് പത്രോസിനെ നോക്കുന്നു. അതെ, പത്രോസിനെ കൊണ്ട് തന്നെ പ്രാകുവാൻ പ്രേരിപ്പിക്കുകയും ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെ തള്ളിപ്പറയുകയും ചെയ്ത സാത്താനെ ഓടിക്കുവാനാണ് യേശു തിരിഞ്ഞ് നോക്കിയതെന്ന് ചിന്തിച്ചാലും തെറ്റില്ല. യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കിയപ്പോൾ ആ നോട്ടം കണ്ട സാത്താൻ പത്രോസിനെ വിട്ടു പോവുകയും യേശു പറഞ്ഞ കാര്യങ്ങൾ പത്രോസ് ഓർക്കുകയും അവൻ തൻ്റെ തെറ്റേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്ത് വീണ്ടും യേശുവിൻ്റെ ശിഷ്യനായി തീർന്നു. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ യേശുവിൻ്റെ ഒരു നോട്ടത്തിന് കഴിയുമെന്ന് നാം മനസ്സിലാക്കണം. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ യേശുവിന് ഒരു നല്ല ചുംബനമാണ് കൊടുത്തത്. എന്നാൽ പത്രോസ് അതിനേക്കാൾ എത്രയോ മാരകമായ പാപമാണ് ചെയ്തത്. യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാഗിക്കൊണ്ട് സത്യം ചെയ്യുകയാണ് പത്രോസ്. ചെറിയ പാപമല്ല അത്. ഇടയൻ വെട്ടേൽക്കും ആടുകൾ ചിതറിപ്പോകുമെന്ന് യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം ഇനി നിവൃത്തിയാകുമെന്ന് യേശു പറഞ്ഞപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല എന്ന്. എന്നാൽ ഇപ്പോൾ പത്രോസ് വിട്ടുപോവുക മാത്രമല്ല, സത്യം ചെയ്ത് ശപിക്കുകയാണ്. ഓർക്കുക, ദൈവവചനത്തിനെതിരെ ചിന്തിച്ചാൽ സാത്താൻ നമ്മെ തകർത്ത് കളയും എന്ന് നാം മനസ്സിലാക്കണം. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിവൃത്തി വരുത്താതാക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് തകർന്നു കിടക്കുന്ന ബാബേൽ സാമ്രാജ്യം വീണ്ടും പണിയുവാൻ ശ്രമിച്ച സദ്ദാം ഹുസൈൻ തകർന്ന് തരിപ്പണമായി തീർന്നത്. വലിയ കാര്യങ്ങളൊന്നും ദൈവത്തിന് വേണ്ടി നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും പാപം ചെയ്യാതെ ജീവിച്ചുകൊണ്ട് ദൈവത്തെ മാനിക്കുന്നവരും ദൈവവചനത്തിൽ വിറയ്ക്കുന്നവരുമായി തീരാമെങ്കിൽ നമ്മെ ഓർത്ത് വിടുവിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. പത്രോസിൻ്റെ കഷ്ടതയിൽ ഒരു നോട്ടം കൊണ്ട് പത്രോസ് യേശുവിനെ വീണ്ടും സ്വീകരിച്ചു. അവൻ്റെ പിന്മാറ്റത്തെ യേശു തടഞ്ഞുകൊണ്ട് അവനെ രക്ഷിച്ചു. നമ്മെയും രക്ഷിക്കുവാൻ യേശു ശക്തനാണ്. വലിയ കഷ്ടതയുടെ നടുവിലാണ് മാനസാന്തരപ്പെട്ട കള്ളനെ യേശു ആശ്വസിപ്പിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം യേശുവിന് പ്രിയരാണ്. അവൻ നമ്മെ തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. കാരണം
അവൻ നല്ലവനാണ്, അവൻ വറ്റിപ്പോകാത്ത സ്നേഹത്തിൻ്റെ ഉടമയാണ്. ഇനി നമുക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ചിന്തിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദിൻ്റെ മകനായ ശലോമോൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ പാപം ചെയ്തതിനാൽ അവൻ്റെ അപ്പനായ ദാവീദിനോടുള്ള കരുണയാൽ ശലോമോൻ്റെ ജീവകാലത്ത് ഇസ്രയേലിലെ 12 ഗോത്രങ്ങളെയും ഭരിക്കുവാൻ ദൈവം അവനെ അനുവദിച്ചു. എന്നാൽ ശലോമോൻ്റെ മകനായ രഹബയാമിന് രാജ്യം കൈമാറുമ്പോൾ ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളിൽ വെറും 2 ഗോത്രമായ യഹൂദ ഗോത്രവും ബെന്യാമീൻ ഗോത്രവും അടങ്ങുന്ന യഹൂദ രാജ്യം മാത്രമേ ദൈവം കൊടുത്തുള്ളൂ. ബാക്കി 10 ഗോത്രം അടങ്ങുന്ന ഇസ്രയേൽ രാജ്യം ശലോമോൻ്റെ ബാല്യക്കാരനും പിന്നത്തേതിൽ അവൻ്റെ ശത്രുവുമായി തീർന്ന യൊരോബെയാമിന് യഹോവയാൽ ലഭിച്ചു. കാലങ്ങൾ പലത് കടന്നുപോയി. യഹോശാഫാത്തിൻ്റെ കാലം വന്നു. യഹോശാഫാത്ത് യഹൂദ രാജ്യത്തിൻ്റെ രാജാവായി തീർന്നു. താൻ തികഞ്ഞ ദൈവഭക്തനായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവനായിരുന്നു യഹോശാഫാത്ത്. എന്നാൽ ഇസ്രയേലിൻ്റെ ബാക്കി 10 ഗോത്രം അടങ്ങിയ ഇസ്രയേൽ രാജ്യം ഭരിച്ചിരുന്നത് ദുഷ്ടനും പാപിയും ദൈവഭയമില്ലാത്തവനുമായിരുന്ന ഇസബേലിൻ്റെ ഭർത്താവും ബാലിൻ്റെ സേവകനുമായ ആഹാബായിരുന്നു. യഹോശാഫാത്തിൻ്റെ മകനായ യഹോരാമിനെ ഭാര്യയായി തിരഞ്ഞെടുത്തത് ആഹാബിൻ്റെയും ഇസബേലിൻ്റെ മകളായിരുന്ന അദല്യ എന്ന സ്ത്രീയെയായിരുന്നു. അഹസ്യാവിൻ്റെ അമ്മ അദല്യ ഇസബേലിൻ്റെ മകളായിരുന്നുവെന്ന് 2 രാജാക്കന്മാർ 11-ാം അധ്യായം 1-ാം വാക്യത്തിലും 2 രാജാക്കന്മാർ 8-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അദല്യയുടെ മകനായ അഹസ്യാവ് മരിച്ചപ്പോൾ അവൻ്റെ അമ്മയായ അദല്യ അഹസ്യാവിൻ്റെ ശേഷിക്കുന്ന മക്കളെയൊക്കെയും കൊന്നുകളഞ്ഞു. യഹൂദ രാജ്യം ഭരിക്കുവാൻ യഹൂദന്മാരോ ബെന്യാമീൻ ഗോത്രക്കാരോ ആരും ഉണ്ടാകരുത് എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദാവീദിൻ്റെ സന്തതികളിൽ ആരും ഇസ്രയേൽ ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തിലും രാജാവാകരുത് എന്ന് സാരം. എന്നാൽ യഹോരാം രാജാവിൻ്റെയും അദല്യയുടെയും മകളും കൊല്ലപ്പെട്ട അഹസ്യാവിൻ്റെ സഹോദരിയുമായ യഹോശേബ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്നും അഹസ്യാവിൻ്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവൻ്റെ ധാത്രിയെയും അദല്യ കാണാതെ ഒരു ശയനഗ്രഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. അതുകൊണ്ട് ആ കുഞ്ഞ് കൊല്ലപ്പെടാതിരുന്നു. 2 രാജാക്കന്മാർ 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ചു, സാക്ഷ്യപുസ്തകവും അവന് കൊടുത്തു. ഇങ്ങനെ അവർ അവനെ രാജാവാക്കി അഭിഷേകം ചെയ്തിട്ട് കൈകൊട്ടി രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു. യോവാശ് എന്നീ 2 പേരുകളും ഒരാളോട് തന്നെയാണ്. താൻ രാജാവായപ്പോൾ അവന് 7 വയസ്സായിരുന്നു എന്ന് 2 രാജാക്കന്മാർ 11-ാം അധ്യായം 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന് 1 വയസ്സുള്ളപ്പോഴാണ് അദല്യയുടെ കയ്യിൽ നിന്നും ദൈവം രക്ഷിച്ചത് എന്ന് നാം ഓർക്കണം. ഈ കുഞ്ഞിനെ അന്ന് യഹോശേബ എന്ന യോവാശിൻ്റെ പിതാവിൻ്റെ സഹോദരി ദൈവം അവൾക്ക് കൊടുത്ത നിയോഗപ്രകാരം രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവം തൻ്റെ ദാസനായ ദാവീദിനെ 1 രാജാക്കന്മാർ 11-ാം അധ്യായം 32-ാം വാക്യത്തിൽ കൂടി നൽകിയിരുന്ന വാഗ്ദാനം നിറവേറ്റുവാൻ കഴിയാതെ പോകുമായിരുന്നു. എന്നാൽ എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഞാൻ എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത യെരുശലേം നഗര നിമിത്തവും 1 ഗോത്രം അവന് ഇരിക്കും എന്നായിരുന്നു ദാവീദിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം. വർഷങ്ങൾ എത്ര കടന്നു പോയാലും ദൈവം ഒരു വാഗ്ദാനം തന്നാൽ തലമുറയായി ആ വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവം ശക്തനും അതിനായി ജാഗരിച്ചിരിക്കുന്നവനുമാകുന്നുവെന്ന് ഈ കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് തരുന്നു. ഈ വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെയും ദൈവം. അത് യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു നല്ലവനാണ്. അവൻ്റെ ദയ അഥവാ സ്നേഹം എന്നേക്കും ഉള്ളതും നിന്നുപോകാത്തതുമാകുന്നു. അവൻ്റെ വിശ്വസ്തത തലമുറയായി ഇരിക്കുന്നു. ആകയാൽ ഈ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് അവൻ്റെ മക്കൾ എന്ന പദവി നിലനിർത്താം, നിത്യജീവന് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങ് വിശ്വസ്തനും വാക്കുമാറാത്തവനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമാകുന്നുവെന്ന് ഞങ്ങൾ പഠിച്ചു. വിശ്വസ്തനായ അങ്ങയുടെ പാത, അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പിന്തുടരുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരം മാറ്റിക്കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.